ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന സാമ്പാർ ചീര വെച്ചിട്ട് നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ സാമ്പാർ ചീര നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ വളരുന്ന സംഭവമാണ്. നല്ല തണലുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് പെട്ടെന്ന് തന്നെ വളരും. ഇത് നല്ല പോഷക ഗുണമുള്ള ചീരയാണ്. പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ഒരുപാടുണ്ട് ഇതിൽ. ഇത് നമുക്ക് സാമ്പാർ മാത്രമല്ല തോരനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: എണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉണക്കമുളക് 2 എണ്ണം, സാമ്പാർ ചീര 2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെളുത്തുള്ളി 2 എണ്ണം, ചെറിയ ഉള്ളി 4 എണ്ണം, തേങ്ങ 1/2 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം, ജീരകം 1/4 ടീസ്പൂൺ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി സാമ്പാർ ചീര അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് 2 കപ്പുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇലക്കറികൾക്കൊക്കെ ഉപ്പ് കുറച്ച് മതിയാകും. ആദ്യമേ കുറേ ഉപ്പ് ഇടരുത്. അപ്പോൾ ആദ്യമേ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി 2ആയിട്ട് മുറിച്ചതാണ്, അതാണ് 4ആയിട്ട് തോന്നുന്നത്. 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവ് എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്കിത് തുറന്നു വെച്ചിട്ട് വെള്ളം വറ്റുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല പോഷക ഗുണമുള്ള തോരനാണ്. അപ്പോൾ സാമ്പാർ ചീരയൊക്കെ പറമ്പിൽ ഒരുപാടുള്ളവർ ഒരു പ്രാവശ്യം ഒന്ന് തോരൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.